പിന്നെ ഈ ജനറേഷനിൽ അരാഷ്ട്രീയത കൂടുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് ആരെ കാരണം? നമ്മളൊക്കെയാണ്. ഇപ്പോഴത്തെ രാഷ്ട്രീയ പാർട്ടികൾ, ഈ സമൂഹത്തിലുള്ളവർ, ഇതിൽ പ്രതികരിക്കുന്ന ആൾക്കാരൊക്കെയാണ്. ഇന്ന് രാവിലെ എൻ്റെ ഫ്രണ്ട് വിളിച്ചത്, മകനൊക്കെ 10ാം ക്ലാസ്സിൽ വെക്കേഷൻ, അവർ ഫ്രണ്ട്സ് 4 പേര് പോയിട്ടുണ്ട്, 4 പേർക്കും ഇഷ്ടപ്പെട്ടെന്നു. അപ്പോൾ ചോദിച്ചു, നിനക്ക് എങ്ങനെയാണ് പടം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അല്ല, അത് എൻഗേജിങ് ആണ്, പിന്നെ അത് അവസാനമായപ്പോൾ കുറച്ച് ഇമോഷണൽ ആയിരുന്നു. പക്ഷെ സിനിമയുടെ ഹ്യൂമൻ ഇമോഷൻസ് പ്രായഭേദമന്യേ എല്ലാവർക്കും കണക്ട് ആവുന്നതാണ്. നമ്മൾ യുവാക്കളായി കൗമാരക്കാരായിട്ടുള്ള കാലത്തുള്ള രാഷ്ട്രീയം അല്ല ഇപ്പോഴത്തെ രാഷ്ട്രീയം. അത് അവരുടെ കാലത്തെ രാഷ്ട്രീയത്തെയും കാലത്തെയും അടയാളപ്പെടുത്തുന്ന തരത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ സംസാരങ്ങളിൽ എപ്പോഴും കേൾക്കുന്നത്, ഇപ്പം 2003 നടന്നിട്ടുള്ള മുത്തങ്ങയിലെ യഥാർത്ഥ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ ഒരു ഫിക്ഷൻ വരുന്നത്. അപ്പോൾ പലപ്പോഴും ഇത്തരം സമരചരിത്രങ്ങൾ പുതിയ തലമുറയ്ക്ക് അറിയില്ല, അവരിതിനോട് വളരെ അരാഷ്ട്രീയമായിട്ട് സമീപനമാണ് പുലർത്തുന്നതെന്നൊക്കെയുള്ള സംസാരങ്ങളും വായനകളും ഒക്കെ വരുന്ന അതേ സമയത്ത് തന്നെ തിയേറ്ററിൽ പോകുന്ന യൂത്ത് അവര് കൂടെ നരിവേട്ട ഏറ്റെടുക്കുന്നുണ്ടല്ലോ. ഈ അരാഷ്ട്രീയമായിട്ടുള്ള യൂത്താണ് ഇവിടെ എന്നുള്ളത് തോന്നുന്നുണ്ട്. കാരണം നരിവേട്ടയ്ക്ക് അങ്ങനെയുള്ളൊരു പ്രതികരണമേ അല്ല വരുന്നത്, യൂത്തിനെ കൂടെ അഡ്രസ് ചെയ്യുന്നുണ്ടല്ലോ. കാലത്തിനനുസരിച്ചാണ് ആ തലമുറ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുന്നത്. അപ്പം നമ്മൾ ജനിച്ച 90കളിൽ ജനിച്ച നമ്മൾ യുവാക്കളായി കൗമാരക്കാരായിട്ടുള്ള കാലത്തുള്ള രാഷ്ട്രീയം അല്ല ഇപ്പോഴത്തെ രാഷ്ട്രീയം. അത് അവരുടെ കാലത്തെ രാഷ്ട്രീയത്തെയും കാലത്തെയും അടയാളപ്പെടുത്തുന്ന തരത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. രാഷ്ട്രീയത എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ കാലത്തും രാഷ്ട്രീയത ഉണ്ടായിട്ടുണ്ട്. അപ്പം കൃത്യമായി രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള, കൃത്യമായി പൊളിറ്റിക്കൽ റീഡിംഗ് ഉള്ള ആൾക്കാർ നമ്മുടെ പുതിയ ജനറേഷൻ്റെ ഇടയിലുണ്ട്. പിന്നെ നമ്മുടെ സിനിമ എനിക്ക് തോന്നുന്നത് കൂടുതൽ നമ്മൾ ജൻസീന എന്ന് പറയുന്ന വിഭാഗത്തിനെ നമ്മൾ പരിഗണിച്ചിട്ടുണ്ടായിരുന്നില്ല ചിലപ്പോൾ അവർക്ക് അന്ന് നടന്നൊരു സംഭവം. പക്ഷെ സിനിമയുടെ ഹ്യൂമൻ ഇമോഷൻസ് പ്രായഭേദമന്യേ എല്ലാവർക്കും കണക്ട് ആവുന്നതാണ്. തിയേറ്ററിൽ തന്നെ പോയാൽ നിങ്ങൾക്കടക്കം അറിയാം, കുഞ്ഞുങ്ങളാണ് കൂടുതൽ ഇമോഷണൽ ആവുന്നത്. കുറച്ച് മറ്റു ചിലർ പോസ്റ്റ് ചെയ്യുന്ന റീലുകളിലും അതുണ്ട്. ഇന്ന് രാവിലെ എൻ്റെ ഫ്രണ്ട് വിളിച്ചത്, മകനൊക്കെ 10ാം ക്ലാസ്സിൽ വെക്കേഷൻ, അവർ ഫ്രണ്ട്സ് 4 പേര് പോയിട്ടുണ്ട്, 4 പേർക്കും ഇഷ്ടപ്പെട്ടെന്നു. അപ്പോൾ ചോദിച്ചു, നിനക്ക് എങ്ങനെയാണ് പടം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അല്ല, അത് എൻഗേജിങ് ആണ്, പിന്നെ അത് അവസാനമായപ്പോൾ കുറച്ച് ഇമോഷണൽ ആയിരുന്നു. ഈ പറയുന്ന ഒരു അരാഷ്ട്രീയത എന്ന് പറയുന്നത് കുറച്ചുകൂടെ അക്സെപ്റ്റബിൾ ആയിട്ടിരിക്കുന്ന ഒരു സമൂഹമായിട്ട് കാണാറുണ്ട്. ഇപ്പം പുതുതലമുറയിലാണെങ്കിൽ പോലും യൂത്തിലാണെങ്കിൽ പോലും. അതേസമയം തന്നെ നമ്മുടെ ഇടയിൽ വിസാരണെ പോലുള്ള സിനിമകളായിരുന്നു, ജയ്ഭീം പോലുള്ള സിനിമകളായിരുന്നു. പൊളിറ്റിക്കലായിട്ടുള്ള, ഇപ്പോൾ തമിഴിൽ കന്നഡയിൽ വരുന്ന സിനിമകൾ, ഇത്തരം പൊളിറ്റിക്കലായിട്ടുള്ള സിനിമകളിലൂടെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അതിനൊരു പ്ലാറ്റ്ഫോം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അത് കൂടുതലായിട്ട് മലയാള സിനിമ ഉപയോഗിച്ച് കണ്ടിട്ടില്ല എന്നുള്ള അഭിപ്രായമുണ്ടോ? പിന്നെ അരാഷ്ട്രീയത്തെ പറ്റി പറയുമ്പോൾ സത്യത്തിൽ ഒരു തലമുറയെ മുഴുവൻ അരാഷ്ട്രീയം വൽക്കരിക്കുന്നതിന് അങ്ങനെ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പൊളിറ്റിക്കലായ ആളുകളും ഉണ്ട് തലമുറയിൽ. പിന്നെ ഈ ജനറേഷനിൽ അരാഷ്ട്രീയത കൂടുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് ആരെ കാരണം? നമ്മളൊക്കെയാണ്. ഇപ്പോഴത്തെ രാഷ്ട്രീയ പാർട്ടികൾ, ഈ സമൂഹത്തിലുള്ളവർ, ഇതിൽ പ്രതികരിക്കുന്ന ആൾക്കാരൊക്കെയാണ്. പണ്ട് ഒരു 10-50 വർഷം മുമ്പ് ഈ യുവജന രാഷ്ട്രീയം ഭയങ്കര സജീവവും വൈബ്രൻ്റ് ആയിരുന്നൊരു കാലമുണ്ട്. അന്നത്തെ രാഷ്ട്രീയ നേതാക്കളുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ എടുത്താൽ നോക്കിയാൽ മനസ്സിലാവും, വളരെ സെൻസിബിളായ വിഷയങ്ങളെ പറ്റിയൊക്കെയാണ് സ്റ്റേറ്റ്മെൻറ്റ്. ഇന്നത്തെ നേതാക്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മറ്റേ എൽ കെ ജിയിൽ പിള്ളേർ അടികൂടുന്ന പോലെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പോസ്റ്റുകൾ എല്ലാ പാർട്ടികളിലും. അപ്പോൾ എന്നിട്ട് പിന്നെ പുതിയ ജനറേഷൻ എന്താ പറയുക, അരാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നു എന്ന് പറയുന്നതിൽ കാര്യമില്ല. നമുക്കിവിടെ ഉത്തരവാദിത്തമുണ്ട്, മുതിർന്നവർക്ക് കൃത്യമായിട്ട് ഉത്തരവാദിത്തമുണ്ട്. പിന്നെ ഒബ്വിയസ്ലി നമ്മൾ കേരളം വളരെ പൊളിറ്റിക്കലായ ഒരു സൊസൈറ്റി ആയതുകൊണ്ട് മറ്റ് ലാംഗ്വേജിൽ വരുന്ന പൊളിറ്റിക്കലായ പടങ്ങളൊക്കെ നമ്മൾ കാണുകയും സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നു, അത് സ്വാഭാവികമാണ്. പിന്നെ നമ്മുടെ, എനിക്ക് തോന്നുന്നു, ഒരു കാലഘട്ടത്തിന് ശേഷം നമുക്ക് അങ്ങനെ ഭയങ്കരമായ സമരങ്ങൾ പറയാനില്ലല്ലോ. ഇപ്പം പിന്നെ മുത്തങ്ങയായാലും ചെങ്ങറ, അതിനുശേഷം വേറെ അങ്ങനെ ഭയങ്കര ലൈവായ ഒരു പബ്ലിക് ഡൊമൈനിനെ നിന്ന് കത്തിച്ച ഒരു സമരം എടുത്തു പറയാൻ നമുക്കില്ല.